ഇവിടെ പെട്ടെന്ന് കടലിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ഐസ്ക്രീം വണ്ടി പുറത്തേക്ക് വന്നു. അത് കണ്ട് അവിടെയുള്ള ആർക്കും ഒന്നും മനസ്സിലായില്ല. എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ആ വണ്ടിയുടെ പിന്നിലുള്ള ഡോർ ഓപ്പൺ ആയി. അതിനകത്ത് നിന്ന് 3 ഐസ് മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് വന്നു. അതിലൊരുത്തന്നെ ഷാർപ്പായിട്ടുള്ള ഒരു ഐസ് എറിഞ്ഞതും അത് നേരെ വന്ന് ഒരുത്തന്റെ നെഞ്ചിൽ തറച്ചു. അതുകൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ അയാളുടെ ഫുൾ ബോഡിയും ഫ്രീസ് ആയി പോയി. അത് കണ്ടത് എല്ലാവരും പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. മോൺസ്റ്റേഴ്സ് അവരുടെ പിന്നാലെ തന്നെയുണ്ട്. അപ്പൊ നമ്മുടെ റോക്ക് ഒരു ബെഞ്ച് വെച്ച് അതിലൊരു മോൺസ്റ്ററിനെ രണ്ടായി മുറിച്ചു. എന്നാൽ അപ്പോ പോലും അത് എഴുന്നേറ്റ് വന്ന് വീണ്ടും തിരിച്ച് മുറിഞ്ഞ ഭാഗത്തിലിരുന്നതും വീണ്ടും അവന്റെ ബോഡി പഴയതുപോലെ തന്നെയായി മാറി. വേറൊരു സൈഡിൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടും ഒരു മോൺസ്റ്ററിന്റെ തല പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പിൽ തല വെച്ച് അമർത്തി. എന്നാൽ അപ്പോ പോലും അതിനൊന്നും പറ്റിയില്ല. അതിന്റെ മുഖം ഫുള്ളായി തിരിഞ്ഞു വന്ന് അവനെ തൂക്കിയെടുത്തെറിഞ്ഞു. അതിനുശേഷം വേറൊരു ഐസ് മോൺസ്റ്റർ അവിടെയുള്ള ഒരു മാഫിയ ബോസിന്റെ നെഞ്ചിൽ തന്നെ അവന്റെ ഐസിന്റെ വാള് വെച്ച് ജസ്റ്റ് ഒന്ന് തൊട്ടതും അടുത്ത സെക്കൻഡിൽ തന്നെ അവന് ഫുള്ളായി ഫ്രീസായി പോയി. അതേ ടൈമിൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് അവിടെയുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് രക്ഷപ്പെടാൻ ചാടിയിരുന്നു. അത് കണ്ട് വന്ന മോൺസ്റ്ററും അവന്റെ വെപ്പൺ എടുത്തോണ്ട് വന്ന് അത് സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ വെച്ചതും ആ വെള്ളം ഫുള്ള് ഫ്രീസ് ആവുന്നത് കണ്ട് രക്ഷപ്പെടാൻ നോക്കി അവന്റെ കാലും അതിൽ കുടുങ്ങിപ്പോയി. അത് കണ്ട മോൺസ്റ്റർ അവന്റെ തൊട്ടടുത്ത് വന്ന് അവനെ ഫ്രീസ് ആക്കി കൊല്ലാൻ വേണ്ടി വന്നതും അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് റോക്ക് അങ്ങോട്ട് വന്ന് അതിന്റെ മുഖത്തുള്ള ക്യാരറ്റ് പോലെയുള്ള എന്തോ ഒന്ന് പറിച്ചെടുത്തു. അത് പീസായി പൊടിഞ്ഞു പോയി. അതായിരുന്നു അതിനെ കൊല്ലാനുള്ള ഏക വഴി.